ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വെർമിസെല്ലി ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. Our hearts beat to the city streets. We began to feel the fire. ഞാനൊരു വെസൽ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഉരുദാൾ ആൻഡ് ചനാദാൾ മിക്സാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മീഡിയം സൈസ്ഡ് അനിയൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അനിയൻസ് ഒക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോപ്ഡ് ബീൻസ്, 1/4 കപ്പ് ചോപ്ഡ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അപ്പം ബീൻസും ക്യാരറ്റും ഇത്ര ക്വാണ്ടിറ്റി തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് 1 മീഡിയം സൈസ്ഡ് ചോപ്ഡ് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ലിഡ് വെച്ച് അടിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ ബീൻസും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൊമാറ്റോയും നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം. അപ്പം കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അനിലിൻ്റെ സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് ആണ്. 180 ഗ്രാംസിൻ്റെ 2 പാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ബോയിൽ ആയതിനു ശേഷം ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് അടിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒരു ഡ്രൈ ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അപ്പം ഒരു 1.5 ഗ്ലാസ്സൊക്കെ മതിയാവും അങ്ങനെ വേണമെന്നുള്ളവർക്ക്. ഇതിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്മാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും കൂടിയും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് FB പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പെട്ടെന്ന് തന്നെ ന്യൂ വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye. Thank you so much and keep watching.